എന്താണ് എന്തോന്ന് ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാണല്ലോ. ഇത് എന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കും. എല്ലാവർക്കും നമസ്കാരം. കാട്ടവരാതം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ അറിയായിരിക്കും, അറിയാത്ത മലയാളികൾ കുറച്ച് കുറവാണ്. അറിയാത്തവരെ അറിയാൻ നിൽക്കേണ്ട കേട്ടോ. കൂടുതലും അങ്ങോട്ട് ചകഞ്ഞു പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഫാമിലി വ്ളോഗേഴ്സാണ്. അത് പുറമെ അല്ലാണ്ട് നടക്കുന്നത് അപരാധമാണ്. സ്വന്തം ഭാര്യയുമായിട്ടുള്ള മറ്റേ വീഡിയോ എടുത്ത് സൈറ്റിലിട്ട് വിൽക്കുന്ന ടീമാണ്. അതുപോലെ സ്വന്തം ഭാര്യയെ വേറൊരുത്തരെയും കൊണ്ട് ചെയ്യിപ്പിച്ച് ഇവനും ചെയ്ത് സൈറ്റിലെടുത്തിട്ട് വിൽക്കുന്ന ടീമാണ്. ഞാൻ കണ്ടതാണ്. ഇനിയിപ്പോൾ വേറെ ആരും വന്നിട്ട് അങ്ങന്ന് പറഞ്ഞു ഇങ്ങന്ന് പറഞ്ഞൊന്നുമല്ല, ഞാൻ കണ്ടതാണ്. ഞാൻ കണ്ട വീഡിയോ ആണ്. അതുകൊണ്ടാണ് അത്രയ്ക്ക് ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെ വൃത്തിയുടെ മറ്റേ വീഡിയോ എല്ലാം കാണാം. ഇനി കൂടുതൽ വിവരിക്കാൻ ചോദിക്കരുത്. ഞാൻ പറയില്ല. അപ്പൊ നീ തുപ്പി കാണിക്കുക. ആ സെറ്റപ്പിലുള്ള ടീമാണ് ഇവരുടെ പേര് ഞാനായിട്ട് പറയുന്നില്ല. അറിയാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അറിയാൻ നിൽക്കേണ്ട, കൂടുതൽ അങ്ങോട്ട് പോകണ്ട. അപ്പൊ ഞാൻ ഇവരെ കുറിച്ചിട്ട് ഇവരെ വിമർശിച്ചുകൊണ്ട് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ റീസെന്റ് ഇവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവക്കെതിരെയും ഉറപ്പായിട്ട് പോലീസിന് കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അതുപോലെ ചൈൽഡ് ലൈനിന് കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അമ്മാതിരി പച്ച അപരാധം പറയുന്ന സമയത്ത് ഒരു കൊച്ചു അടുത്ത് നിൽക്കുകയാണ്. ഇവന്റെ മകളാവാനാണ് ചാൻസ്. എനിക്ക് അറിയത്തില്ല. ഞാൻ ആ കുട്ടിയെ ഫേസ് ബ്ലർ ചെയ്തേ കാണിക്കത്തുള്ളൂ. എന്തായാലും അതിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഇവന്റെയും മൊത്തത്തിലുള്ളൊരു വീഡിയോ കൊടുക്കാം. അതായത് ഇവളുടെ സഹോദരിയും കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി 3 സമം 4 സമം 5 സമം ഒക്കെ ഒരുമിച്ചായിരിക്കും. ആ സെറ്റപ്പിലോട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് അപരാധം കാണിച്ചും എന്ത് കാട്ടപരാധം കാണിച്ചും ഇവിടെ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിന്നുകൊണ്ട് പണം ഉണ്ടാക്കാം എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് ഇതുപോലെയുള്ളവരെ നമ്മൾ അടിച്ചമർത്തണം, സപ്പോർട്ട് ചെയ്യരുത്. കാരണം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വളർത്തി വിട്ട് കഴിഞ്ഞാൽ നാളെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളും നമ്മുടെ അയൽവക്കത്തുള്ള പെൺകുട്ടികളും നമ്മുടെ ബന്ധത്തിലുള്ള പെൺകുട്ടികളും റീച്ചിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പേക്കൂത്തുകളോട്ട് പോകില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ ഇതുപോലെയുള്ളവരെ സമൂഹത്തിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇനി വളർന്നു വരുന്ന പെൺകുട്ടികളടക്കം അല്ലെങ്കിൽ ആൺകുട്ടികളടക്കം ഇതുപോലെയുള്ള അപരാധങ്ങൾ ചെയ്ത് റീച്ച് കൂട്ടാനായിട്ട് ശ്രമിക്കും എന്നത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരം അപരാധികളെ, അതിൽ കുറഞ്ഞ് ഒരു വാക്ക് എനിക്ക് ഇവരെ പറയാനില്ല, അപരാധികളെ സപ്പോർട്ട് ചെയ്യരുത്. ഇടയ്ക്ക് ഇവർക്ക് പ്ലേ ബട്ടണൊക്കെ അടിച്ച സമയത്ത് ആ കുട്ടികളെയും പിടിച്ചിരുത്തി അച്ഛനെയും അമ്മയൊക്കെ പിടിച്ചിരുത്തി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ട സമയത്ത് അന്തം വിട്ടിരുന്നു. എന്ത് അപരാധമാടാ ഇതൊക്കെ. ഈ അച്ഛന്റെ അമ്മയുടെ അടുത്തും കൊണ്ട് എനിക്കെന്തോ വലിയ ട്രോഫി കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുകയാണ്. കണ്ടപ്പോൾ തന്നെ കണ്ണുകളിപ്പോ. എന്തായാലും പുതിയൊരു ആളും കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അവളുടെ സഹോദരിയാണെന്ന് തോന്നുന്നു. അവളെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. വരട്ടെ. എൻ കൂടവേ പൊറക്കണോ, എൻ കൂടവേ വാഴണം, അന്തമാതിരി വിത്ത് മൈ സിസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും എത്തിയിട്ടുണ്ട് രംഗത്ത്. എങ്ങനെയടി ഞാൻ എന്ത് പറയാന്. എന്തായാലും സഹോദരിയും ഭർത്താവും കൂടി അപരാധിച്ച് അടിപൊളിയായിട്ട് മറ്റവനും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് അങ്ങോട്ടും വാങ്ങിച്ച് അപരാധിച്ച് ജീവിക്കുന്നു. അതിൽ കുറഞ്ഞൊരു വാക്കില്ല. അതിന്റെ അപ്പുറം എന്തെങ്കിലും പറയാനേ ഉള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ സഹോദരി നോക്കിയപ്പോൾ തള്ള ഇവര് നല്ല പൈസ ഉണ്ടാക്കണം. ഞാൻ എന്തായാലും അവളെക്കാളും ലുക്കാണ്, സൗന്ദര്യമാണ്. അപ്പൊ ഞാനും ഈ കൂട്ടത്തിൽ കയറി കഴിഞ്ഞാൽ ഇനി എനിക്കും ഉണ്ടാക്കാൻ പൈസ. അങ്ങനെ വന്നതാവണം. അല്ലാണ്ട് ഇതിന്റെ ഇവിടെയൊക്കെ വന്നൊന്ന് വീഡിയോ ഇടും മനുഷ്യന്മാര്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത സാധനങ്ങളാണ്. സ്വന്തം ഭാര്യ വേറൊരുത്തനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് എടുത്ത് വീഡിയോ ഇട്ട് കൂടെ ഇരുന്ന് ഇവനും ചെയ്ത് മൊത്തത്തിൽ എടുത്ത് വീഡിയോ ഇട്ട് വിൽക്കുന്ന ഇതുപോലത്തെ ടീംസിന് ഞാനിനി എന്നാ പറയാനാ? ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? സീരിയസ്ലി ഇത്രയും വലിയ കാട്ടപരാധങ്ങൾ ആയിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ മനുഷ്യന്മാരെ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവർക്ക് പ്ലേ ബട്ടൺ അടിച്ചായിരുന്നു യൂട്യൂബ് എന്ത് അടിസ്ഥാനത്തിൽ ഇവക്കൊക്കെ പ്ലേ ബട്ടൺ കൊടുത്തെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. കുറെ ഇവരുടെ ചാനൽ ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് ഇവർ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും തുടങ്ങി അവരാഴ്ച ആൾക്കാരെ പിടിച്ചു കൂട്ടി അങ്ങനെ അവസാനം കഷ്ടപ്പെട്ട് യൂട്യൂബ് ഗതികെട്ട് പ്ലേ ബട്ടൺ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നിട്ടുള്ള വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. എന്തോ തേങ്ങ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ അന്നത്തെ ആ വീഡിയോയില് ഇവൻ കുട്ടിയെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവന്റെ കൊച്ചു മോളെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ആ മോളെയും കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി. കാരണം ആ കുട്ടിക്ക് ഇനി നാളെ പുറത്തിറങ്ങി നടക്കാനുള്ളതാണ്. സ്വന്തം തള്ളയും തന്തയും ഇത്രയും അപരാധികളാണ്. സ്വന്തം അമ്മ വേറൊരുത്തൻ്റെ അവിടെ പോകുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇടുന്നതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആ കുട്ടി നാളെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഓഡിയൻസ്, എന്റെ വീഡിയോ കാണുന്നവരിലൂടെ ആ കുട്ടിയുടെ ഫേസ് ആരും അറിയരുതെന്നുള്ള ഒരൊറ്റ കൺസേണിൽ ഞാൻ ആ കുട്ടിയെ കട്ട് ചെയ്ത് മാറ്റി. കാരണം എനിക്കുള്ള ഒരു കൺസേൺ പോലും സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും ഇല്ല. അവരാധിച്ച് കിടക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു വരാം,
നാളെ ഈ കുട്ടി ഇവരുടെ അടുത്താണ് വളരുന്നതെങ്കിൽ ഈ കുട്ടി ഇതേ ട്രാക്കിലോട്ട് തന്നെ പോകും. ഇതുപോലുള്ള അപരാധികൾ ഒന്നുകിൽ കുട്ടികൾ ഉണ്ടാക്കാതിരിക്കുക. ഇനി ഇതുപോലത്തെ അപരാധികൾ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നിയമം അധികൃതരൊക്കെ ഏറ്റെടുത്ത് ആ കുട്ടിയെ അവരിൽ നിന്നും മാറ്റിക്കൊണ്ട് പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതുപോലുള്ള അപരാധികളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ എന്നായിട്ട് വളരും? മദർ തെരേസയായിട്ട് വളരും? ഇല്ല. ഉറപ്പായിട്ടും ഒരു പ്രായം കഴിയുമ്പോൾ ആ കുട്ടിയും ഇതിലോട്ട് തന്നെ പോകും. ഇനി നാളെ ഇവനൊക്കെ സ്വന്തം മോളെ വീഡിയോ വരെ ഇറക്കാൻ മടിയില്ലാത്ത ടീംസുകളാണെന്ന് പറയേണ്ടി വന്നാൽ അങ്ങനെയും പറയേണ്ടി വരും. അത്രയും അപരാധങ്ങളാണ് കാണിക്കുന്നത്. സ്വന്തം മക്കളടുത്തെങ്കിലും കുറച്ച് കൺസേൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ അപരാധിച്ച് നടക്കത്തില്ല. സ്വന്തം വീഡിയോ ഇട്ടിട്ട് അവസാനം ആ വീഡിയോക്കകത്ത് കൂട്ടുകാരനെ പിടിച്ചു കയറ്റി അവനെയും കൊണ്ട് സ്വന്തം ഭാര്യയെ ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ട മോനാണ്. ഇവനെ എന്താ പറയണ്ടേ? ഞാൻ കണ്ട വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ എത്ര ഉറപ്പിച്ച് പറയുന്നത്. അല്ലാണ്ട് ചുമ്മാ ആരെയും തള്ളി തിരികെ തന്നതല്ല, ഞാൻ കണ്ടതാണ്. ഞാൻ സൈറ്റിൽ അന്ന് കണ്ട വീഡിയോ ആണ്, അതുകൊണ്ടാണ് അത്രയും നാച്ചകരമാണെന്ന് ഞാൻ പറഞ്ഞത്. പ്രതീക്ഷ കൈ കിട്ടി ഈ സാധനം ഓപ്പൺ ചെയ്ത് നോക്കാം. തുറന്ന് നോക്കുമ്പോ ഇത് തന്നെയാണ് നോക്കാം. ഭയങ്കര വിഷമമുണ്ട് കൊള്ളാം, സൂപ്പർ. അമ്മക്ക് കാണിച്ചു കൊടുക്കും. അമ്മയെ കൊള്ളാമോ? ഇനി അടുത്ത അച്ഛനോട് അമ്മ പറയും സൂപ്പർ. അടുത്ത അച്ഛൻ, ഓ എന്റെ മോനെ സമ്മതിക്കണം, മോൻ സൂപ്പർ, എന്റെ മോൻ കിടിലോന്ന്, അവൻ ഇത്രയും കഴിവുണ്ടായിരുന്നു. സ്വന്തം മകനും മരുമകളും കൂടി അപരാധിച്ചുണ്ടാക്കി നാട്ടുകാരുടെ മുന്നിൽ സ്വന്തം ശരീരം വിറ്റ് ജീവിച്ച് ആ ഒരു സാധനത്തിനെ എടുത്ത് ഉണ്ടാക്കിയതിനൊരു പ്ലേബട്ടം വന്നപ്പം അമ്മ സൂപ്പർ, അച്ഛൻ എന്റെ മോൻ ഇത്രയും കരുത്തുള്ളവനായിരുന്നു എന്ന്, ഇത്രയും കിടിലുമായിരുന്നു എന്ന്, നീ കുതിരശക്തി തന്നെടാന്ന് എന്തോന്ന് പറയാനിടയിൽ. ആ അപ്പനും അമ്മയ്ക്കും അഭിമാനിക്കാനുള്ള എന്തെങ്കിലും ക്വാളിറ്റി നിങ്ങളുടെ ആ ഒരു പ്ലേ ബട്ടൺ കൊണ്ടുണ്ടോ? എന്തെങ്കിലും ഒരു ക്വാളിറ്റി? എന്റെ മോന് പ്ലേ ബട്ടൺ കിട്ടി യൂട്യൂബിൽ നിന്ന്. ഇത് ക്വാളിറ്റിയോടെ ആ രണ്ട് മാതാപിതാക്കൾക്കും ഒരു 10 ആളടുത്ത് പറഞ്ഞ് അഭിമാനിക്കാനുള്ള ഒരു സാധനം ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സീരിയസ്ലി പുച്ഛം മാത്രം. പുച്ഛത്തിനപ്പുറം എനിക്ക് നിങ്ങളൊന്നും പറയാനില്ല. ഇത്രയും അപരാധിച്ച് നടക്കുന്ന നിനക്കൊക്കെ പ്ലേ ബട്ടൺ എന്തിന്? ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. വീഡിയോ അല്ല, സിസി പുതിയ എൻട്രിയാണ് നടത്തിയിട്ടുള്ളത്. അവളും ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടിട്ടുണ്ട് വിത്ത് മൈ സിസി. നല്ലതാ. അടുത്ത താമസിയാതെ വീഡിയോ കാണാം. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ കാണാം. നിങ്ങളെ ഈ വീഡിയോ കാണാം. ഞാൻ വെയിറ്റിംഗിലാണ്. എന്തായാലും മറ്റുള്ളക്കാളുകൾ കൊള്ളാന്നുള്ളതുകൊണ്ട് മിക്ക അറിവുകളും മറ്റുള്ളക്കാളും ക്ലിക്കായി കയറി പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട്. സിസി കൊള്ളാം. സിസി ആയിരിക്കണമല്ലോ. അപ്പുറത്ത് അണ്ണൻ നിൽക്കുകയാണ് മുടിയൊക്കെ ചുരുട്ടിയിട്ട്. അണ്ണൻ എങ്ങനെ പോയാലും ലാഭം തന്നെ. വരണതും പോണതും അണ്ണൻ്റെ കയ്യിൽ വരും. പിന്നെ സ്വന്തമായിട്ട് കൈ ഇരിക്കുന്നതിന് വേറെ ഉള്ളവന് കൊടുക്കുകയും ചെയ്യാം. അതൊരു ഇത് തന്നെടേ. സ്വന്തം ഭാര്യയെ വേറൊരുത്തനെ കൊണ്ട് എങ്ങനെയാണോ ഇത് തോന്നുന്നത്? നിനക്ക് എങ്ങനെ തോന്നുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് മൈൻഡ് സെറ്റാണെന്ന്. ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ റിലേഷനിൽ ഇരിക്കുന്ന ആള്, ഭാര്യ ആയിക്കോട്ടെ ലവർ ആയിക്കോട്ടെ, അവരെ മറ്റൊരു ആണ് ഒരുമാതിരി നോക്കിയാൽ തന്നെ നമുക്ക് പിടിക്കത്തില്ല. നമുക്ക് പൊസസീവ് എന്ന് പറഞ്ഞ സാധനം അടിക്കും. ഏത് മനസ്സിലായ? അതാണ് ഒരു ആണെന്ന് പറയുമ്പോൾ അവന്റെ ക്യാരക്ടർ. അത് ടോക്സിക് ആവുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊസസീവ് അടിക്കും. അവൻ നോക്കുകയോ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി പൊള്ളും. സ്വാഭാവികമാണ്. ആ സ്ഥാനത്ത് സ്വന്തം ഭാര്യയെ വേറൊരുത്തനെ കൊണ്ട് കാഴ്ച വെച്ച് കൊടുത്തിട്ട് അതിനെടുത്ത് വീഡിയോ ആക്കി കണ്ടന്റ് ഇട്ട നീ ഒന്നും പറയാനില്ലടേ. നിനക്ക് ഞാൻ ഒരു പ്ലേ ബട്ടൺ തരാം, എടുത്തോടാ. എടുത്തോ, എൻ്റെ ഇത് മാത്രമേ എനിക്ക് തരാനുള്ളൂ. അപരാധി മക്കൾ. ഇനി സിസിയുമായിട്ടുള്ള പുതിയ വീഡിയോ നമുക്കൊന്ന് കാണാം. ഭലെ ബെസ്റ്റ് വീഡിയോ ആണ്. എന്തോ ആട്ട് വീഡിയോ അല്ല, പുതിയത് കാണാം താമസിയാത്ത. ഇതിന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞാൽ കണ്ടോ? എന്റെ പൊന്നുമങ്ങളെ, നിങ്ങള് വീഡിയോയിൽ അഭിനയിക്കാനാണ് വന്നതെങ്കിൽ കൂടിക്കോ, ഒരുമിച്ച് കൂടിക്കോ, എല്ലാം ഒരേ വണ്ടിയിൽ പോകും. അല്ല, വീഡിയോയിൽ അഭിനയിക്കാനൊന്നും അല്ല എങ്കിൽ ഇതുപോലത്തെ അപരാധികളുടെ കുടുംബത്തിലുള്ളതാണെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. താമസിയാതെ മിക്കവാറും വീഡിയോ കാണാം. വീഡിയോയിൽ അല്ല, നിങ്ങൾ അല്ലാണ്ട് വന്നതാണെങ്കിൽ സി വാട്ട് എ പതറ്റിക് സിറ്റുവേഷൻ. കമന്റ് ബോക്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കമന്റ് ബോക്സ് തന്നെ, എന്റെ കമന്റ് ബോക്സ് അല്ല, നിങ്ങളുടെ കമന്റ് ബോക്സ് എടുക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം തെറിക്കുന്ന ഇതുപോലത്തെ കമന്റ്സ് ഒക്കെയാണ് ഞാൻ കണ്ടത്. സിസും എത്തിയല്ലോ, ഇനി എല്ലാം ത്രീസമാണ്, ഈ സെറ്റപ്പിലുള്ള കമന്റ്സ് ഒക്കെയാണ് ഞാൻ കണ്ടത്. കൊള്ളാടാ, നീ ഒരു കുതിരശക്തി തന്നെട്ടാ. ചേച്ചിയായിട്ട് കളി ചോദിച്ചുകൊണ്ട് വരണടുത്തൊക്കെ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, ചേച്ചിയായിട്ട് കളി ചോദിച്ചുകൊണ്ട് വരുന്നവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്ന സമയത്ത് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. കുട്ടി വരുന്നുണ്ട്, മകള്.
ഈ മകൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം ഇവൻ വീണ്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ മകൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവനെതിരെ പോക്സോ കേസ് എടുക്കണം. കേസ് എടുത്തേ പറ്റത്തുള്ളൂ. കാരണം ആ കുട്ടി അടക്കം അടുത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് കളിയും അതും ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇവൻ സംസാരിക്കുന്നത്. ഇതുപോലുള്ള അപരാധി മക്കളുടെ ഇടയിൽപ്പെട്ട ആ കുട്ടികളുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. ഉറപ്പായിട്ട് ഇവനെതിരെ കേസ് എടുത്തേ പറ്റത്തുള്ളൂ. അധികൃതർ കാണുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് ഞാൻ തരാം. എന്തായാലും ഇവനെതിരെ കേസ് കൊടുക്കണം. ഞാൻ എന്തായാലും ഒരു മെയിൽ വഴി പരാതി അയച്ചാലോ എന്ന് ആലോചിക്കാണ്. പക്ഷെ മെയിൽ വഴി പരാതി അയച്ചിട്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഏതെങ്കിലും അധികൃതർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശക്തമായ നടപടി എടുക്കുക. കാരണം ഒരു കൊച്ചുകുട്ടി, അണ്ടർ ഏജിലുള്ള ഒരു കുട്ടി അടക്കം അടുത്ത് നിർത്തിക്കൊണ്ട് കളിയെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ എത്രത്തോളം ചീപ്പാണ്, എത്രത്തോളം ക്വാളിറ്റി കുറഞ്ഞതാണ്. നാളെ ആ കുട്ടി ഇവന്റെ അടുത്തുനിന്ന് എന്തൊക്കെ രീതിയിലുള്ള മോശം അനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ഏതൊക്കെ രീതിയിലുള്ള അപ്രോച്ചുകൾ ഇവൻ തന്നെ ആ കുട്ടിയുടെ അടുത്ത് നടത്തും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ കുട്ടിയെ അടുത്ത് നിർത്തി കളിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ സ്വന്തം മകളോട് എന്ത് കൺസേൺ ആണ് ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഇവനുള്ളത്. ഇവന്റെ മകളാണെങ്കിൽ, ഇനി ഇവന്റെ മകളല്ല ചേച്ചിയുടെ മകളാണെങ്കിലും ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് ഇവൻ എന്ത് കൺസേൺ ആണ് ഉള്ളതെന്നാണ് എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഇത്തരം അപരാധികൾക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുക തന്നെ വേണം. അല്ലാണ്ട് ഇവനെ പോലുള്ള അപരാധി മക്കളെ വെറുതെ വച്ച് വിട്ടു പോകേണ്ട കാര്യമല്ല. ആ കുട്ടിയെ അടുത്ത് നിർത്തിയിട്ടാണ് അവൻ അപരാധിത്തരം വിളിച്ചു പറയുന്നത്, കളിയെ പറ്റിയിട്ട് പറയുന്നത്, ചേച്ചിയുടെ കളിയെ പറ്റിയിട്ട് പറയുകയാണ്. ബാക്കി കേട്ടോ കൊച്ച് ഉള്ളവരും കൊണ്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഞാൻ മനപ്പൂർവ്വം കൊച്ചിനെ ഫേസ് ബ്ലർ ചെയ്താണ്. എന്തിനാണ്? ആ കൊച്ചിന് സ്കൂളിൽ പോകാനുള്ളതാണ്, ആ കൊച്ചിന് പഠിക്കാനുള്ളതാണ്. തുടർന്ന് ആ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ കൊച്ചു ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് നീയൊക്കെ അപരാധിച്ച് നടക്കുന്ന ആ കുട്ടിയുടെ ഫേസെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നാട്ടുകാരെ മൊത്തം കാണിച്ച് ആ കുട്ടിയെ കൂടി നശിപ്പിച്ച് ആ കുട്ടിയുടെ ഭാവിയും ജീവിതത്തിനെ എല്ലാം നശിപ്പിച്ച് എന്തുവാടാ ഇത്? നിനക്കൊക്കെ നാണോ മാനമില്ലേ ഉളുപ്പില്ലാത്ത വർഗങ്ങളെ? അടിപൊളി, നല്ല അടിപൊളി. ഇനിയുണ്ടെങ്കിൽ കൊണ്ടുവാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ കുട്ടിയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറയാലോ, ഇവനെതിരെ നടപടി എടുക്കണം. വെറുതെ വിടേണ്ട കേസല്ല. ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇവൻ കളിയെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ആ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കും. ആ കുട്ടി നേരെ ഇനി ജീവിതത്തിലോട്ട് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ കുട്ടിയും തൊലയ്ക്കും. ഇവൻ പല അപരാധത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഇവൻ എന്ത് അപരാധത്തിനും കാണിച്ചു കൂട്ടും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ കുട്ടി ഇവന്റെ അടുത്തും ഇവന്റെ വീട്ടുകാരുടെ അടുത്ത് സേഫ് അല്ല. ആ കുട്ടിയെ മറിച്ച് എങ്ങോട്ടെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ, ബോർഡിങ്ങിലോട്ടോ എങ്ങോട്ടെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യമൊന്നും ഞാൻ പറയത്തുള്ളൂ. കാരണം ആ കുട്ടിയുടെ ജീവിതം തൊലയും. നാളത്തെ തലമുറയ്ക്ക് അടിയായിട്ട് തന്നെയാണ് ആ കുട്ടീന് വളരാൻ പോകുന്നത്, ഇവന്റെയൊക്കെ കൂടെ നിന്ന് കഴിഞ്ഞാൽ. ഉള്ള കാര്യം പറയാം. ഇനി സഹോദരിയും കൂടി ഇരിക്കുന്ന നമുക്കൊന്ന് കാണാം. എന്തോന്നടാ പുതിയ ഷൂട്ടിങ്? ആ കൊള്ളാം. ചാച്ചി കൂടുതൽ വിടരാൻ നിക്കണ്ട. വിടർന്നങ്ങനെ കൂടുതൽ എന്താണ് ഉദ്ദേശം? ഓ, ആ കൊച്ചിനെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. അപരാധിത്തനം കാണിക്കുന്നുണ്ട്. ആ കുട്ടിയെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥ. ദൈവം ഇവർക്കെതിരെ സേഫാക്കുക. ഞാനായിട്ട് കാണിക്കുന്നില്ല ആ കുട്ടിയെ, ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ് വീഡിയോയിലൊന്ന്. എനിക്ക് കണ്ട സമയത്ത് തന്നെ എന്തോ പോലെ തോന്നി. എന്തുവാ മോളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ അപരാധിക്കുന്നു, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അപരാധിക്കുന്നു, തൊട്ടടുത്ത് കുട്ടി നിൽക്കുന്നു, പല ഡബിൾ മീനിങ്ങുകളും പല വൃത്തികെട്ട ടോക്കുകൾ സംസാരിക്കുന്നു. ആ കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. നടപടി എടുത്തേ പറ്റത്തുള്ളൂ. ഇത് വെറുതെ വിടാൻ പറ്റുന്ന കേസല്ല. ഞാൻ കുറെ കാലമായിട്ട് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെ കോപ്രായങ്ങളും പേക്കുത്തുകളാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിലോട്ട്. ഇവിടെ നീയൊക്കെ അപരാധിച്ച് നടക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ജീവിതം കൂടി തൊലപ്പിക്കാതെ. ഇനി അന്യത്തിയും ചേച്ചിയും കൂട്ടിയും തടവണ കാണാം. എന്താണ് കൊല്ലാന ഉണ്ടായിരുന്നപ്പോ മറിച്ചാണ്. അതെ, അപ്പൊ കണ്ടല്ലോ,
ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ഞാൻ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ കല്ല് വരും. അമ്മാതിരി അവരാതാണ് മൊത്തം കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഞാൻ മൊത്തം കയറി ചെക്ക് ചെയ്ത സമയത്ത് ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഉടനെ തന്നെ അടുത്ത ഓടം അടുപ്പിച്ച് ചേച്ചിയുടെ വീഡിയോ പ്രതീക്ഷിക്കാമെന്നാണ് ഇവരുടെ ഫാൻസ് പറയുന്നത്. എന്തായാലും ഇവരുടെ ഫാൻസിന്റെ ആരവം കാണുമ്പോൾ ചേച്ചി ഊര് ചേച്ചി ഊര് ചേച്ചി ഊര്. അപ്പൊ ചോദിക്കും, എടാ നാറി, നീ ഇതെല്ലാം കണ്ടിട്ടല്ലടാ ഇവർക്കെതിരെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നതെന്ന്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാൻ കണ്ടതല്ല. എനിക്ക് സത്യം പറഞ്ഞാലേ ഉള്ള കാര്യം പറയല്ല, ഇതിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് കല്യാണം വരുന്നത്, എനിക്ക് നല്ല ദേഷ്യം വരും. അപ്പൊ ചോദിക്കും, നീ അവരുടെ നന്മ ഓരോന്ന്. അല്ല, ഞാൻ തുണ്ട് കാണും, കാണാത്തവനൊന്നുമല്ല എന്ന് വെച്ചിട്ട് ഈ അപരാധികളെ ഇരുന്ന് കാണൂല. കാരണം എനിക്ക് ഇതിനേക്ക് വെറുപ്പാണ്. നമ്മുടെ സൊസൈറ്റിക്ക് ഇമാതിരി ബാഡ് മെസ്സേജും കൊടുത്ത് ഇമാതിരി തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെയൊക്കെ വീഡിയോ ഇരുന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്കെന്തോ കാണുമ്പോൾ തന്നെ വെറുപ്പാണ്. ഇത്തരം മ്ലാച്ഛകരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലിട്ട് പരത്തുന്ന ഇത്തരം ഫ്രോഡുകളെ, അങ്ങനെ തന്നെ പറയാം, ഫ്രോഡ് അപരാധികളെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള ഓരോ അപരാധികൾ കാരണമാണ് നമ്മുടെ നാട് നശിക്കുന്നത്, വളർന്നു വരുന്ന തലമുറ നശിക്കുന്നത്. ഇതുപോലെ തന്നെ തക്കതായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുക തന്നെ വേണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആണ്. ബൈ.